ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ കണ്ടു. ഞാൻ ആക്ച്വലി ഈ പടത്തിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഞാൻ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാൻ താല്പര്യമില്ല. എനിക്ക് സിനിമയിലൂടെ എന്ത് കിട്ടണോ അതാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡയറക്റ്റഡ് ബൈ ബ്ലസ്സിക്ക് ഞാൻ പുള്ളി എന്ത് പറയുമെന്ന് എനിക്കറിയണം. ഇത്ര ഒരു ഡെഡിക്കേഷൻ ഉള്ള ഒരു ഡയറക്ടർ ഇന്ത്യയിൽ വേറെ ഇല്ല എന്നുള്ള കാര്യത്തിന് വേറെ യാതൊരു സംശയവും വേണ്ട. അത്ര പെർഫെക്റ്റ് ഡെഡിക്കേഷൻ ഹി ഹാസ് പ്രൂവൺ. ഡെഡിക്കേറ്റഡ് ഡയറക്ടർ ബ്ലസ് തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇന്ത്യയിൽ ഒരുത്തനും ഇനി പൊട്ടിമുളയ്ക്കാമെന്നുള്ള കാര്യം സംശയമാണ് ആക്ച്വലി. പിന്നെ പ്രൊഡ്യൂസർ ആണെങ്കിൽ നമുക്ക് കുറേ പേര് 3 പേരാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആൾ സ്റ്റീഫൻ ആഡം എന്ന് പറയും, പിന്നെ ബ്ലസ്സി ഉണ്ട്, പിന്നെ ജിമ്മി ജെയിൻ ലൂയിസ് അഭിനയിച്ച ആൾ തന്നെയാണ്. അപ്പം ഈ 3 പേരാണ് ഈ പടത്തിലെ പ്രൊഡ്യൂസർ എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ആ പ്രൊഡ്യൂസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫണ്ടും അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എല്ലാം കിട്ടുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. ദെൻ ക്യാമറ എടുത്തു പറയണം, ഒരു രക്ഷയില്ല എന്നൊന്നും പറഞ്ഞിട്ട് അതൊന്നും അതിനേക്കാളും നല്ല ഒരു ട്രമണ്ടസ് ഒരു അൺബിലീവബിൾ ഷോട്ട്സ് ആണ് എടുത്തു വെച്ചാണ്. അൺബിലീവബിൾ ഷോട്ട്സ്, അത്ര വിഷ്വൽ ഗംഭീരമായിട്ട് ആ ഒരു ഷോട്ട്സ് എടുത്ത് വെച്ചിരിക്കണം. അതിന് സുനിൽ KS പിന്നെ KU മോഹനനാണ് ഇതിലത്തെ ക്യാമറമാൻ. മാൻ ഡിഡ് ദ വെൽ, എക്സ്ട്രീംലി വേറെ റേഞ്ച് ക്യാമറ വർക്കായിരുന്നു, എടുത്തു പറയണം. പിന്നെ എഡിറ്റിംഗ് എൻ്റെ അമ്മ അത് നിസ്സാര പണിയല്ല കേട്ടോ. ഓരോ സീൻ അത് കാണുമ്പോൾ നമുക്ക് അറിയാം, ആ ഷോട്ട്, ആ ഒരു അടുത്ത ഷോട്ട് വരുന്ന സീൻ ഇങ്ങനെ മാറുന്നത് പോലും ആ ഒരു എഡിറ്റിംഗ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും നിസ്സാര പണിയല്ല. അവരുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൻ ജോർജ്, മൊഡാത്ര, പിന്നെ ശ്രീകാർ പ്രസാദാണ് ഇതിലത്തെ എഡിറ്റിംഗ്. അവർക്കൊക്കെ അതിനുള്ളൊരു അപ്രിസിയേഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ എന്തു വന്നാലും. യെസ്, സൗണ്ട് ഡിസൈൻ റസൂൽ പൂക്കുട്ടി, എൻ്റെ മോനെ. ആ ഒരു ഡോൾബി അറ്റ്മോസിൽ എൻ്റെ പോയിന്റ്, ഡോൾബി അറ്റ്മോസ് ആ ഒരു തിയേറ്ററിലാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നെങ്കിൽ ആ ഒരു സൗണ്ട് മിക്സ് അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ ഒരു വർക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ കോസ്റ്റ്യൂം, സ്റ്റെഫി എക്സേവിയർ ഒരു രക്ഷയില്ല, കിട്ടെല്ലാം കോസ്റ്റ്യൂം വർക്കായിരുന്നു. ബ്രില്യൻ കോസ്റ്റ്യൂം വർക്കായിരുന്നു. സീൻ ബൈ സീൻ നമുക്കത് അറിയാൻ പറ്റും ആ കോസ്റ്റ്യൂമിൽ എങ്ങനെയൊക്കെ മാറുന്നു എന്നുള്ള കാര്യം. ഗംഭീരമായിരുന്നു, അതിഗംഭീരമായിരുന്നു. ഇനി ക്യാരക്ടേഴ്സ്, പൃഥ്വിരാജ് സുകുമാർ, എൻ്റെ പൊന്നണ്ണാ നിങ്ങൾ ഞാൻ നമിച്ച്. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ ട്രെയിലറിൽ കണ്ടതൊന്നും അല്ല കേട്ടോ സീൻ. സത്യം പറഞ്ഞ സിനിമ കാണും, അതിനകത്ത് സീനുണ്ട്. പൃഥ്വിരാജിൻ്റെ ഒരു ഒറിജിനൽ ബോഡി ട്രാൻസ്ഫർമേഷൻ സീൻ അതിനകത്തുണ്ട്. ആ ഡ്രസ്സ് വരുന്ന ഷോട്ട് ഉണ്ടല്ലോ, ഞാൻ ആക്ച്വലി ഷോക്കായി പോയി. പക്ഷെ തിയേറ്ററിൽ ഭയങ്കര കൈഡിയായിരുന്നു. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയ സിറ്റുവേഷൻ ആയിരുന്നു ആ ഡ്രസ്സ് വരുന്ന ഷോട്ട്. അത്രയ്ക്കും എനിക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനെ പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ അത് ചെയ്തല്ലോ. ഒരു സിനിമയ്ക്കുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ മാൻ. ഐ റെസ്പെക്ട് യു മാൻ, റിയലി റെസ്പെക്ട് യു. അത് നിസ്സാര കാര്യമല്ലടേ അത്. കാരണം പ്രത്യേകിച്ച് അത് എടുത്ത് പറഞ്ഞായിരുന്നു, ഈ ബോഡിയുടെ ട്രാൻസ്ഫർമേഷൻ വീഡിയോ ഒന്നും ഇടുന്നില്ല. കാരണം ഇത് ഒരാൾ അനുഭവിച്ചൊരു കാര്യമാണ്. കാരണം അയാളും ഈ സിറ്റുവേഷൻ താണ്ടി വന്നതാണ്. അപ്പം അയാൾക്ക് ആ ഒരു വാല്യൂ കൊടുത്തിട്ട് മാൻ, റിയലി റെസ്പെക്ട് ഫോർ ദാറ്റ്, റിയലി റെസ്പെക്ട്. പൊളി. ആ ഒരു പെർഫോമൻസും എനിക്ക് തോന്നുന്നത് ഓസ്കാറിലേക്ക് പോകാൻ പറ്റും, ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇതൊന്നും ആഞ്ഞു പിടിച്ച ഓസ്കാർ നോമിനേഷൻ വരെയെങ്കിലും എത്തിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമുക്കൊരു അവാർഡ് കിട്ടിയ മോനെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ആയിരിക്കും അതിന് അവാർഡ് കിട്ടിയ. അറ്റ്ലീസ്റ്റ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓസ്കാർക്ക് പോകാൻ ഭയങ്കര ടഫാണ്, അതിന് കോമ്പറ്റീഷൻ, അതിന് ചിലവുണ്ട്, ഉറപ്പായിട്ടും മനസ്സിലാവും. പക്ഷെ ഒന്ന് ട്രൈ നടത്തി നോക്കിയാൽ എങ്ങാനും നോമിനേഷനിൽ പോയാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. വലിയ കാര്യമാണ്. അത്രയ്ക്കും എഫേർട്ട് എന്നല്ല, അത്രയ്ക്കും ഒരു പട്ടിപ്പണി എടുത്തിട്ടുണ്ട് പൃഥ്വിരാജ് മാൻ. പൊളി. ഹാറ്റ്സ് ഓഫ് ആൻഡ് റെസ്പെക്ട് ഫോർ യു. പിന്നെ KR ഗോകുൽ, അതേപോലെ ഗോകുലും ആക്ച്വലി ഇതേപോലെ തന്നെയാണ്. അത്രയ്ക്കും ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ആദ്യത്തേലും അവസാനത്തേലും ആ സിറ്റുവേഷൻ അവർക്കൊക്കെ ആ ഒരു റെസ്പെക്റ്റ് ഏൺഡാണ്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഗോകുലിനെ വിട്ടു പോകരുത്. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്തു, ബ്രില്യൻ്റ് ആയിരുന്നു. പിന്നെ ജിമ്മി ജീൻ ലൂയിസ്,
പുള്ളിക്കാരൻ ആക്ച്വലി ഹോളിവുഡിലൊക്കെ ഉള്ള കിഡിലൻ ആക്ടറാണ്, ഇതിലൊന്ന് അഭിനയിച്ചിട്ട് പോയി. പുള്ളിക്കാരൻ്റെ ഒരു കോ പ്രൊഡ്യൂസറാണ് എൻ്റെ ഒരു വിശ്വാസം. പുള്ളിക്കാരൻ്റെ പെർഫോമൻസും ഒന്നും പറയില്ല, അടിപൊളി ഒരു പുള്ളിക്കാരൻ ഇവരുടെ കൂടെ അങ്ങ് ജീവിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു നാച്ചുറൽ പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരൻ തന്നിട്ട് പോയത്. പിന്നെ അമലാപോളുണ്ട്, അമലാപോളൊക്കെ ഓക്കെ, അയ്യോ എന്നൊക്കെ എന്ത് ക്യൂട്ടായിരുന്നു അമലാപോൾ, അടിപൊളി ക്യാരക്ടറായിരുന്നു അമലാപോളിനായാലും. ആ ഒരു ആ ഒരു ഒരു ആ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ ആ നാണവും ആ സംസാരവും അതൊക്കെ ഭയങ്കര രസമായിരുന്നു അമലാപോളിനെ സ്ക്രീനിൽ കാണാനായിട്ട്. പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് അറബിക് നെയിംസ് ആയിരിക്കും, അവരൊക്കെ ഇതിൻ്റെ ക്യാരക്ടേഴ്സാണ്, അവരൊക്കെ ഭയങ്കര കിടിലം. ഇതിലുള്ള ഒരു പാമ്പിനും പൈതരയ്ക്ക് പോലും അതിൻ്റെതായ റോൾ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അടുത്ത് താലിബ് അൽ ബുഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളിക്കാരൻ കിടിലം ക്യാരക്ടറായിരുന്നു. നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ചവിട്ടി അടയ്ക്കാനൊക്കെ തോന്നും. റിക് അബി എന്ന് പറഞ്ഞ ആക്ടറും അവരെയൊക്കെ. പിന്നെ റോബിൻ ദാസ്, ശോഭ മോഹൻ പ്രത്യേകം അമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി, ഓക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അക്കീഫ് എന്ന് പറഞ്ഞ, പിന്നെ നാസർ, അജീഷ്, ഇവരുടെയൊക്കെ ഈ നാസറിനൊക്കെ നമ്മൾ മിക്ക സിനിമയും കണ്ടിട്ടുണ്ട് മലയാള സിനിമയിൽ. പിന്നെ അജീഷ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെ പെർഫോമൻസും അത്യുഗ്രനായിരുന്നു. ഇനി സിനിമ വൈസ് പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ വിഷ്വൽ നമുക്ക് ഒരു സീൻ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുക, ശ്രദ്ധ മൊത്തവും നമ്മൾ സ്ക്രീനിൽ തന്നെ ആയിരിക്കും കൊടുത്തുകൊണ്ടിരിക്കണം. പടം അങ്ങനെയാണ് പോകണം. പടം സ്ലോ പേസ് ആണെങ്കിലും ഉണ്ടല്ലോ, ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം എടുത്ത് വച്ചേക്കുന്നത് ഒരു രക്ഷയില്ല. അടിപൊളി സൗണ്ട് മിക്സിങ്, കളറിങ്, എഡിറ്റിംഗ് ഒക്കെ നൈസ്. അതൊന്നും നൈസ് എന്നല്ല, അത് നമുക്ക് നേരിട്ട് നജീബിനെ കാണുന്ന ഒരു ഫീൽ. ആക്ച്വലി പൃഥ്വിരാജിന്റെ മുഖത്ത് കാണുമ്പോൾ നമുക്ക് നജീബിന്റെ ഫേസ് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു സിമിലാരിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതിൽ പൃഥ്വിരാജിന്റെ ആക്ടിങ് തന്നെയാണ് അതിലത്ത് ഒന്നും പറയാം. നമുക്ക് ഈ പടത്തിൽ പൃഥ്വിരാജിനെ കാണാനേ പറ്റൂല. 100% ഞാൻ പറയാം, ഈ പടത്തിൽ പൃഥ്വിരാജിനെ കാണാൻ പറ്റൂല. നജീബിനെ നമുക്ക് ഫുള്ളോടെ കാണാൻ പറ്റുന്നത്. അതാണ് ആക്ടിങ്, കിട്ടില്ല ആക്ടിങ്. ഒരാൾ പോലും, ഞാൻ ബോളിവുഡിലെ പോലും, ഇനി ഇത് തമിഴിലായാലും ബോളിവുഡിലായാലും ഒരുത്തനെ കൊണ്ട് ഈ പടം റീമേക്ക് ചെയ്യാൻ പറ്റൂല. അവന്മാർ കമന്ന് കിടന്നും ചെയ്യണം, അവന്മാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അത്രയ്ക്കും എഫേർട്ട് ഉണ്ട്. 16 വർഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അക്ഷയ് കുമാറിൻ്റെ ഒരു പടത്തിന്, ആ പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അക്ഷയ് കുമാറിൻ്റെ ഒരു പടത്തിന് ഓഡിയോ ലോഞ്ചോ സംതിങ് എന്തോ ഒരു ഇതിന് വേണ്ടി പ്രത്യേകിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പറഞ്ഞ അക്ഷയ് കുമാർ പ്രത്യേകം അടുത്തൊരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്, കാണണം. പടത്തിൻ്റെ പേര് ആൾക്കാർ ഓർമ്മയില്ല, ചോദിച്ചു ആ പടത്തിൻ്റെ പേര് എന്തായിരുന്നു, ആ പ്രത്യേകം പറയാണ്, ഗോട്ട് ലൈഫ്. അപ്പം അക്ഷയ് കുമാർ അത് എടുക്കാൻ ഒരു 3-4 വർഷം എടുത്തല്ലേ, പ്രത്യേകം അവിടെ നിന്ന് പറയുന്നു 16 വർഷം എടുത്തു. 16 വർഷം ക്യാ കർ രഹേ തെ 16 വർഷം എന്ത് ചെയ്യായിരുന്നു. ആക്ച്വലി അക്ഷയ് കുമാറിനെ കൊണ്ട് 16 മാസം പോയിട്ട് ഒരു 16 ആഴ്ച വരെ ഒരു പടത്തിൽ ഫുള്ള് അഭിനയിക്കാൻ പറ്റൂല. കമന്ന് കടന്ന് മറന്നാലും അക്ഷയ് കുമാറിനെ കൊണ്ട് അതിനെ ഒന്നും ചെയ്യാൻ പറ്റൂല. ആ ആളെ കൊണ്ടാണ് ഈ പൃഥ്വിനെ വെച്ച് കമ്പയർ ചെയ്യണത്. എനിക്ക് ആ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നി പൃഥ്വിരാജിൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ. പൃഥ്വിരാജ് ആക്ച്വലി സിമ്പിളായിട്ട് ഇങ്ങനെ ചിരിച്ചു കൊടുത്തു. ആ ഒരു എഫർട്ട് എന്നാൽ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നോക്കേണ്ട ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ, ഭയങ്കരമായിട്ട് എഫക്റ്റ് കിട്ടും. പിന്നെ ഇതിൻ്റെ മ്യൂസിക്, ഇതിൻ്റെ രാജാവ് എന്ന് പറയുന്ന AR റഹ്മാൻ, ദി ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ AR റഹ്മാൻ, മ്യൂസിക് AR റഹ്മാൻ. ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും ലാസ്റ്റ് അയലാൻഡ് എന്ന് പറഞ്ഞ സിനിമ AR റഹ്മാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, വെറും കൂതറ BGM സ്കോറും പാട്ടൊക്കെ ആവറേജിൻ്റെ മേൽ ബിലോ ആവറേജ് സോങ്സ് ആയിരുന്നു. ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഉറപ്പായിട്ടും AR റഹ്മാൻ്റെ ഒരു ബ്രേക്ക് ത്രൂ വരുന്ന ആടുജീവിതം തന്നെയാണെന്നുള്ള കാര്യം. അത് സത്യമായി. യെസ്, ഇതിൽ AR റഹ്മാൻ ചെയ്തിരിക്കുന്ന സോങ് ആയാലും മോനെ BGM ആയാലും ഇതാണ് മോനെ AR റഹ്മാൻ എന്ന് പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദിസ് ഇസ് AR റഹ്മാൻ മ്യൂസിക് ആൻഡ് ദിസ് ഇസ് AR റഹ്മാൻ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അന്യായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ആ ഒരു ഹോളിവുഡ് റേഞ്ച് പോലെ തന്നെ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ചില ഭാഗത്തൊക്കെ ആ ഒരു BGM സ്കോർ ഒരു രക്ഷയില്ല, കിട്ടില്ല, ബെസ്റ്റ് BGM സ്കോർ ആയിരുന്നു. ഉറപ്പായിട്ട് ഇതിന് അവാർഡുകൾ വാരിക്കോരും AR റഹ്മാൻ, ഒരു സംശയവും വേണ്ട. പൃഥ്വിരാജ് ആയാലും ബ്ലസ്സി ആയാലും റഹ്മാൻ, ഈ 3 പേർക്ക്, പിന്നെ സൗണ്ട് ഡിസൈൻ റസൂൽ പൂക്കുട്ടി, ഈ 4 പേർക്കും അവാർഡ് കൺഫേം ആണ്. പിന്നെ ഇതിൻ്റെ ഞാൻ ഫസ്റ്റേ പറഞ്ഞു, ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷേ ഞാനിത് സിനിമ കണ്ടപ്പോൾ തന്നെ ബുക്ക് വായിച്ച പോലത്തെ ഒരു ഫീൽ എനിക്ക് പക്കയായിട്ട് എനിക്ക് കിട്ടും. നജീബ് ആ ഒരു സർവൈവ് ചെയ്യുന്ന സിറ്റുവേഷൻ, സർവൈവലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മതി 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 എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്കും നമുക്കങ്ങ് തളർന്നു പോകും ആ സിറ്റുവേഷൻ. എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ ആ ഒരു ഡ്രസ്സ് ഊരുന്ന ആ ഷോട്ടും, അതൊക്കെ നമ്മളൊന്നും എനിക്ക് ഇപ്പോഴും അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റില്ല. ഭയങ്കര ഒരു ഹെവി സീനായിരുന്നു ആക്ച്വലി. അത് ഭയങ്കര ഹെവി സീനായിരുന്നത്.
അത് പൃഥ്വിരാജ്, യു ആർ അമേസിങ്. ഈ പടം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ പടം ഇനി ഉറപ്പായിട്ടും തമിഴ്നാട്ടിലും കർണാടക, തെലുഗു ഇൻഡസ്ട്രി എല്ലാവരും ഈ പടം ഏറ്റെടുക്കും. എന്തിന് ബോളിവുഡ് റേഞ്ച് എല്ലാവരും പടം അംഗീകരിക്കും. ബിക്കോസ് ഒന്നുകൊണ്ടല്ലേ, നജീബിനെ ഇനി എല്ലാവരും അറിയും, ഒരു സംശയവും വേണ്ട. നജീബ് മുഹമ്മദിനെ എല്ലാവരും അറിയും. ആൻഡ് മൈ നജീബ് ഖാൻ റിയലി റെസ്പെക്ട്. കാരണം നിങ്ങളൊരു മനുഷ്യൻ അനുഭവിച്ച ആ ഒരു കാര്യം നമ്മളോട് കാണിച്ചെന്നതാണ് പൃഥ്വിരാജ്. ഇപ്പം നിങ്ങൾ അനുഭവിച്ച കാര്യം ബുക്ക് വായിക്കാതെ ഞാൻ ഈ സിനിമയിലൂടെ ഞാൻ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അനുഭവിച്ച ആ വേദന അതൊരു ഒട്ടും നിസ്സാരമൊന്നും അല്ല. അത്രയ്ക്ക് മരണത്തിനെ നേരിട്ട് കണ്ടിട്ട് തിരിച്ചു വന്ന ഒരാളാണ് നിങ്ങൾ. അപ്പം റിയലി റെസ്പെക്ട് ഫോർ യു ഓൾസോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പടം മസ്റ്റ് വാച്ച് ഇൻ ഡോൾബി അറ്റ്മോസ് തിയേറ്റർ. കാരണം ആ സൗണ്ട് എഫക്ട്സിനൊക്കെ അതിൻ്റേതായ ഒരു പ്രയോറിറ്റി മാത്രമല്ല, അതിൻ്റേതായ ഒരു എഫക്റ്റും ഫീലും ഉണ്ട്. സോ പ്ലീസ് ഗോ വാച്ച് ഇൻ ഡോൾബി അറ്റ്മോസ് ഫോർ ഷുവർ പ്ലീസ്, ബിക്കോസ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ദ ഫിലിം യു വാച്ച്, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങളത് പക്കാ തിയേറ്ററിൽ പോയി കാണാനേ എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ പറയത്തുള്ളൂ. അല്ലാത്തവർക്ക് സാധാരണ തിയേറ്ററിലും കാണാം. പക്ഷേ ഒരു സിനിമാറ്റിക് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഐ പ്രിഫർ ടു ഗോ ഇൻ ഡോൾബി അറ്റ്മോസ്. ഓക്കെ ഗായ്സ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ. ബൈ.